ഞങ്ങൾ എപ്പോഴും പറയും കാലം മുഖത്ത് നോക്കി വന്ന് കണക്ക് ചോദിക്കുമെന്ന് പറയും. അന്ന് കെ എം മാണിയോട് പറഞ്ഞതിനുള്ള കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ശ്രീശന്റെ ഭാര്യയെ കുറിച്ച് സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് കമന്റാണ് പണ്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് കെ എം മാണി സാറിന്റെ കേസ്. അതിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, സ്വജന പക്ഷപാതമാണ് നടത്തിയിരിക്കുന്നത്, സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം ആണല്ലോ, ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും കൃത്യമായി കോടതി പറഞ്ഞിട്ട് എന്താണ് കെ എം മാണിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാട് ഇപ്പോൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എപ്പോഴും പറയും കാലം മുഖത്ത് നോക്കി വന്ന് കണക്ക് ചോദിക്കുമെന്ന് പറയും. അന്ന് കെ എം മാണിയോട് പറഞ്ഞതിനുള്ള കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗുരുതരമായ പരാമർശം കോടതി നടത്തിയിരിക്കുകയാണ്. ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നൊരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കന്മാരുമായിട്ട് അവിഹിത ബാന്ധവം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുവിട്ട ആളാണ്. ഒസബലെ കാണാൻ അജിത് കുമാർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളാണ്. മുഖ്യമന്ത്രിയുടെ ആളായി തൃശ്ശൂരിൽ പോയി പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ കടന്നു വരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി. അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതോടൊപ്പം സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്താൻ പൂരം കലക്കലിന് നേതൃത്വം കൊടുത്ത അജിത് കുമാർ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് മുഴുവൻ കൊടപിടിച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട നടപടിയാണ് ഇപ്പൊ അവിടെ ചെയ്തത്. അത് വളരെ വ്യക്തമാണ്. ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു എന്താ പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം പോലുമല്ല, വളരെ പരോക്ഷമായിട്ടുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഈ കാര്യത്തിൽ എന്തു പറയാൻ? അയാൾക്ക് എല്ലാ രഹസ്യം അറിയാം. എല്ലാ വേണ്ടാത്ത പണി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. എല്ലാ വേണ്ടാത്ത പണി ഈ പൂരം കലക്കിയതും RSS നേതാവിനെ കണ്ടതും രാഷ്ട്രീയ ബാന്ധവം RSS ഉണ്ടാക്കിയതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഇപ്പോഴും അവർ ചോദിക്കുന്ന ഭക്ഷണവും അവർ ചോദിക്കുന്ന ലിക്കറും അവർ ചോദിക്കുന്ന ഫോണും ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുന്നത് അവരെ പേടിച്ചിട്ടാണ്. അവർ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലെങ്കിൽ മനസ്സിലായ ഗൂഢാലോചന പുറത്തു വരുന്നു. ഇതൊരു തരത്തിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹത്തെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾക്ക്, ഔദ്യോഗികമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യും? അങ്ങനെ എന്തിനാ എടുത്ത് തലയിൽ വെക്കണത്? അവരെ പേടിച്ചിട്ടാണ്. അവർ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലെങ്കിൽ